ഒരുപാട് പേര് നമ്മളോട് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ടൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? നമുക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ പ്രാർത്ഥനകൾ, അതോ മറ്റുള്ളവരെ കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത്? ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു തളർവാദ രോഗി ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുവാണ്. അപ്പോൾ ഈ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ ഈ രോഗിയെ സുഖപ്പെടുത്തുക. ഈ തളർവാദ രോഗി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഈ ആളുകളാണ് ഈ രോഗിക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുക. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തില് ജോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഐശ്വര്യം കർത്താവ് തിരികെ കൊടുക്കുന്നുവെന്നും അത് ഇരട്ടിയാക്കി കൊടുത്തു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങളും കൃപകളും ഇരട്ടിയാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ ഒരിക്കലും മടുപ്പായിട്ട് മാറാതിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളെ കൂടി ഒന്ന് ഓർക്കാനായിട്ട്, പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകം മുഴുവനും വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും മറ്റുള്ളവരെ കൂടി നമ്മുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി കൂടി സമയം മാറ്റി വയ്ക്കാനായിട്ട് ഒന്ന് പരിശ്രമിച്ചു നോക്കാം.